ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് മെയ് 1 തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം. വിവിധങ്ങളായ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും ഏറ്റവും സ്നേഹത്തോടുകൂടെ നേരുന്നു. സഭയിൽ 10-ാം നൂറ്റാണ്ട് മുതൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഭർത്താവായ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ എന്ന പേരിൽ മാർച്ച് 19-ാം തീയതി വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ആഘോഷിച്ചു തുടങ്ങിയതാണ്. എന്നാൽ 1955 12-ാം പിയൂസ് മാർപ്പാപ്പ തൊഴിലാളി ദിനമായ മെയ് 1 തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ, ദ ഫീസ്റ്റ് ഓഫ് സെൻറ്റ് ജോസഫ് ദ വർക്കർ എന്ന തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങിയത്. വിശുദ്ധ യൗസേപ്പ് പിതാവും ഈശോയും തൊഴിലാളികളായിരുന്നു. തൊഴിൽ ചെയ്തുകൊണ്ട് അവർ തൊഴിലിനെ വിശുദ്ധീകരിച്ചു. ഈ ഒരു ചിന്തയാണ് വളരെ പ്രത്യേകമായി നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നതും ഓർക്കുന്നതും ദൈവത്തിന് നന്ദി പറയുന്നതും. വിവിധങ്ങളായ തൊഴിലിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അടുക്കളയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, പറമ്പിൽ ജോലി ചെയ്യുന്നവരുണ്ട്, കടലിൽ പണിയെടുക്കുന്നവരുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും കൈത്തൊഴിൽ ചെയ്തുകൊണ്ട്, കഠിനാധ്വാനം ചെയ്തുകൊണ്ട്, ശരീരം കൊണ്ട് കഠിനമായി അധ്വാനിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന തൊഴിലാളികളായ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. വളരെ പ്രത്യേകമായി ഈ തൊഴിലാളി ദിനം തന്നെ ആചരിക്കാനായിട്ട് തുടങ്ങിയത് ഫാക്ടറികളുമായി ബന്ധപ്പെട്ടാണ്. ഫാക്ടറികളിൽ തൊഴിലാളികൾക്ക് ആവശ്യത്തിന് സംരക്ഷണം ലഭിക്കാത്ത ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അവർക്ക് ന്യായമായ വേതനം ലഭിക്കാത്ത ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അപ്രകാരമൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ വിവിധങ്ങളായ തൊഴിൽ ചെയ്യുന്നവർക്ക് അവരെ ആദരിക്കുന്നതിന് വേണ്ടി അവർ ചെയ്യുന്ന ജോലികൾ, തൊഴിലുകൾ മനുഷ്യദൃഷ്ടിയിൽ ചെറുതാണ് എങ്കിൽ പോലും അതിന് ഒരു മഹത്വമുണ്ട്, അതിലൊരു വിശുദ്ധിയുണ്ട് എന്നൊക്കെ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. തൊഴിലാളിയായ വിശുദ്ധ യൗസേപ്പ് പിതാവിന് നൽകപ്പെടുന്ന ആദരവ് എല്ലാ തൊഴിലാളികൾക്കും നൽകപ്പെടുന്ന ഒരാദരവാണ്. അച്ഛൻ ആവർത്തിക്കട്ടെ. തൊഴിലാളിയായ വിശുദ്ധ യൗസേപ്പ് പിതാവിന് നൽകപ്പെടുന്ന ആദരവ് ജീവിതത്തിൻ്റെ വിവിധ തുറകളിലുള്ള ഓരോ തൊഴിലിലും ഏർപ്പെടുന്ന എല്ലാ മനുഷ്യർക്കും നൽകപ്പെടുന്ന ആദരവാണ്. നമുക്കറിയാം, സ്വർഗത്തിൽ പരിശുദ്ധ അമ്മ കഴിഞ്ഞാൽ ഏറ്റവും അധികം ആദരിക്കപ്പെടുന്നത് വിശുദ്ധ യൗസേപ്പ് പിതാവാണ്. പരിശുദ്ധ അമ്മ കഴിഞ്ഞാൽ ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന വിശുദ്ധ യൗസേപ്പ് പിതാവാണ്. ആ വിശുദ്ധൻ ഒരു തൊഴിലാളിയാണ് എന്നത് വിവിധങ്ങളായ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളായ എല്ലാവർക്കുമുള്ള ഒരു അംഗീകാരവും ഒരു പ്രത്യാശയുമാണ്. എന്തായിരുന്നു വിശുദ്ധ യൗസേപ്പ് പിതാവ് ചെയ്ത ഏറ്റവും വലിയ ജോലി? ജോൺ പോൾ 2 മാർപ്പാപ്പ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജോലിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: സെൻറ്റ് ജോസഫ് had the important task of raising Jesus, that is feeding, clothing and educating him in the law and in a trade, in keeping with the duties of a father. യൗസേപ്പ് പിതാവിനുണ്ടായിരുന്ന ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നത് ഈശോയെ വളർത്തുക എന്ന ജോലിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയെ വളർത്തുക എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് ഭക്ഷണം നൽകുക, ഈശോയ്ക്ക് ഉടുക്കാൻ കൊടുക്കുക, ഈശോയെ നിയമം പഠിപ്പിക്കുക, ഈശോയെ പണി പഠിപ്പിക്കുക, അങ്ങനെ ഈശോ എല്ലാ തരത്തിലും വളർത്തുക എന്ന ജോലി. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം
51 തിരുവചനം. അതിൻ്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്. 12 വയസ്സുള്ള ഈശോ മാതാപിതാക്കളോടൊപ്പം തിരുനാളിന് ദേവാലയത്തിൽ പോയി. വിശുദ്ധ യൗസേപ്പിതാവും മറിയവും തിരിച്ചു പോരുന്നുവെങ്കിലും ഈശോ അവരോടൊപ്പം ചേർന്നില്ല. ഈശോയെ കാണാതെയാവുന്നു, ഈശോയെ അന്വേഷിക്കുന്നു. 3-ാം ദിവസം ഈശോയെ ദേവാലയത്തിൽ വെച്ച് കണ്ടുകിട്ടുന്നു. അതിനുശേഷം ഈശോ അവരോട് ചോദിക്കുന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ടതാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അതിനുശേഷം നമ്മൾ വായിക്കുകയാണ്, ഈശോ അവരോടൊപ്പം പോയി അവർക്ക് കീഴ്വഴങ്ങി ജീവിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾക്ക് ഈശോ കീഴ്വഴങ്ങി ജീവിച്ചു എന്ന് പറഞ്ഞാൽ യൗസേപ്പിതാവ് പഠിപ്പിച്ച പണി പഠിച്ചുകൊണ്ട്, യൗസേപ്പിതാവിനെ തൊഴിലിൽ സഹായിച്ചുകൊണ്ട്, യൗസേപ്പിതാവിൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ട് ജീവിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ജീവിച്ചപ്പോൾ ഒരു രൂപാന്തരീകരണം സംഭവിക്കുന്നു, ഒരു വളർച്ച സംഭവിക്കുന്നു, 3 തലങ്ങളിലുള്ള വളർച്ച സംഭവിക്കുന്നു. അതാണ് ലൂക്ക 2:52 തിരുവചനം. ഈശോ പ്രായത്തിലും ജ്ഞാനത്തിലും മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിയിലും വളർന്നു വന്നു. ഈശോ യൗസേപ്പിതാവിന് കീഴ്വഴങ്ങി അവനോടുകൂടെ ജോലി ചെയ്ത്, ആ ജോലി പഠിച്ച്, ആ തൊഴിൽ ചെയ്ത് ജീവിച്ചപ്പോൾ അവൻ പ്രായത്തിൽ വളർന്നു, അവൻ പക്വതയിൽ വളർന്നു, അവൻ ജ്ഞാനത്തിൽ വളർന്നു, സ്വർഗീയമായ കാഴ്ചപ്പാടുകളിൽ വളർന്നു. മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതി, ഗ്രേസ് എന്നാണ് അതിനെ പറയുന്നത്. അവനൊരു കൃപയിൽ വളർന്നു. അപ്പോൾ ജോലി ചെയ്ത് വളർന്ന ഈശോ, അതായത് വിശുദ്ധ യൗസേപ്പിതാവും ഈശോയും കൂടെ തൊഴിലിനെ മഹത്വീകരിച്ചതിൻ്റെ ഓർമ്മയാണ് മെയ് 1 നമ്മൾ ആഘോഷിക്കുന്നത്. ഒരു തൊഴിൽ ചെയ്തുകൊണ്ട് ആ തൊഴിലിനെ മഹത്വീകരിച്ചു. നീ ചെയ്യുന്ന ജോലികളുടെ പശ്ചാത്തലത്തിൽ, നീ ചെയ്യുന്ന അനുദിനം നിൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വങ്ങളുടെ പശ്ചാത്തലത്തിൽ നിനക്ക് വിശുദ്ധനായി തീരാം എന്നതാണ് ഈ തിരുനാൾ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം. ഒരടുക്കളയിൽ ഒരമ്മ രാവിലെ മുതൽ രാത്രി വരെ അധ്വാനിച്ച് തൻ്റെ കുടുംബത്തെ പോറ്റുന്നതിന്, ഭക്ഷണം വിളമ്പുന്നതിന്, മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നതിന് അവൾ അടുക്കളയിലും അലക്കുകല്ലിൻ്റെ അടുത്തുമൊക്കെയായിട്ട് ജീവിതം ചെലവഴിച്ച് അവൾ വിശുദ്ധയായി തീരുകയാണ്. അല്ലെങ്കിൽ നീ ചെലവഴിക്കുന്ന ആ സമയം, നീ ചെയ്യുന്ന ആ ജോലി നിന്നെ വിശുദ്ധയാക്കാൻ പര്യാപ്തമാണ് എന്നാണ് ഈ ദിവസം നമ്മോട് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ലിയോ 12 മാർപ്പാപ്പ ഈ തിരുനാൾ പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞത്, മുതലാളികളും തൊഴിലാളികളും വിശുദ്ധ യൗസേപ്പിതാവിൽ നിന്ന് പഠിക്കട്ടെ. ഇത് തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു തിരുനാളല്ല. വിശുദ്ധ യൗസേപ്പിതാവ്, ജോലി ചെയ്യുന്ന വിശുദ്ധ യൗസേപ്പിതാവ് മുതലാളികൾക്ക് മാതൃകയാണ്, തൊഴിലാളികൾക്ക് മാതൃകയാണ്. മുതലാളികൾ എന്താണ് യൗസേപ്പിതാവിൽ നിന്ന് പഠിക്കേണ്ടത്? ഈ ഭൂമിയിൽ ഒരാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നന്മ എന്താണെന്ന് മുതലാളികൾ പഠിക്കണം. കാരണം ഈ ജോലി ചെയ്യുമ്പോൾ യൗസേപ്പിതാവിൻ്റെ ലക്ഷ്യം സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങളല്ല, ഈശോയെ വളർത്തണമെന്നതാണ് യൗസേപ്പിതാവിൻ്റെ താല്പര്യം. എനിക്ക് വിശുദ്ധനായി തീരണം, പൂർണ്ണത പ്രാപിക്കണം, ഈശോ എന്നിൽ വളരണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് യൗസേപ്പിതാവ് ജോലി ചെയ്തതുപോലെ മുതലാളികൾ തങ്ങളുടെ ബിസിനസ് നടത്തട്ടെ, ഫാക്ടറി നടത്തട്ടെ, തങ്ങളുടെ അണ്ടർടേക്കിംഗ്, തങ്ങളുടെ ഏത് കാര്യവും ഇപ്രകാരമുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തട്ടെ. പാപ്പ പറഞ്ഞു, തൊഴിലാളികൾ എന്താണ് പഠിക്കേണ്ടത്? എങ്ങനെ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വലിയ വിശുദ്ധരായി തീരാം എന്ന് പഠിക്കട്ടെ. മുറ്റമടിച്ചുകൊണ്ട്, പാത്രം കഴുകിക്കൊണ്ട്, വയക്ക് മിഷൻ ഉപയോഗിച്ച് ഭൂമി ക്ലീൻ ചെയ്തുകൊണ്ട്, കടലിൽ പോയി മീൻ പിടിച്ചുകൊണ്ട്, ഒരു വണ്ടി ഓടിച്ചുകൊണ്ട്, ഒരു ഡ്രൈവർ ജോലി ചെയ്തുകൊണ്ട്, ഒരു ക്ലീനിങ് ജോലി ചെയ്തുകൊണ്ട്, അങ്ങനെ ചെറിയ ചെറിയ ജോലികൾ ചെയ്തുകൊണ്ട് പോലും വലിയ വിശുദ്ധരായി തീരാമെന്ന് തൊഴിലാളികൾ പഠിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, യൗസേപ്പിതാവ്
ദാവീദിൻ്റെ വംശത്തിൽ പിറന്നവനാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ദാവീദിൻ്റെ വംശമെന്ന് പറയുന്നത് രാജകീയ വംശമാണ്. ഈ രാജകീയ വംശത്തിൽ പിറന്ന യൗസേപ്പ് പിതാവ് ഒരു തച്ചൻ്റെ ജോലി ചെയ്യുന്ന മനുഷ്യനായി ജീവിച്ചു. ലിയോ 12 മാർപ്പാപ്പ പറയുകയാണ്, ഈശോ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്ന ഈശോ ദൈവവുമായിട്ടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ മനുഷ്യരൂപമെടുക്കുകയും ഒരു ദാസനെ പോലെ കാണപ്പെടുകയും ചെയ്തതുപോലെ ഈശോയെ അനുകരിച്ചുകൊണ്ട് ദാവീദിൻ്റെ വംശത്തിൽ, ആ രാജകീയ വംശത്തിൽ പിറന്ന യൗസേപ്പ് പിതാവ് ചെറിയൊരു ജോലി ചെയ്തുകൊണ്ട് തൻ്റെ കുടുംബത്തെ പോറ്റുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്തു. ലോകത്തിന് മുഴുവൻ നിത്യജീവൻ്റെ അപ്പമായി തീരാനുള്ള ഈശോയ്ക്ക് അപ്പം കൊടുക്കാനുള്ള ഭാഗ്യമാണ് തൊഴിലാളിയായ യൗസേപ്പ് പിതാവിന് ലഭിച്ചത്. അച്ഛൻ സ്നേഹപൂർവ്വം ആവർത്തിക്കട്ടെ, ലോകത്തിന് മുഴുവൻ ഈശോ അപ്പമായി മാറി. പക്ഷേ ഈ ഈശോയ്ക്ക് അപ്പം കൊടുക്കാനുള്ള പുണ്യം കിട്ടിയത് യൗസേപ്പ് പിതാവിനാണ്. ലോകത്തിന് മുഴുവൻ ധരിക്കാനുള്ള പുതിയ മനുഷ്യനായ വസ്ത്രമായി ഈശോ മാറി. പക്ഷേ ഈ ഈശോയ്ക്ക് ധരിക്കാനുള്ള വസ്ത്രം, ഈ ഈശോയ്ക്ക് ധരിക്കാനുള്ള വസ്ത്രം കൊടുക്കാനുള്ള സൗഭാഗ്യം കിട്ടിയത് യൗസേപ്പ് പിതാവിനാണ്. എല്ലാ ജോലികളും പ്രിയപ്പെട്ടവരെ സുഹൃതം കൊണ്ടലങ്കരിച്ചാൽ അത് മനോഹരമായി മാറും. നീ ചെയ്യുന്ന ചെറുതോ വലുതോ ആയിട്ടുള്ള ഏതു ജോലിയും, ചെറിയ ജോലികൾ തന്നെ എടുക്കുക, ഏതു ജോലിയും നീ സുഹൃതം കൊണ്ട്, പുണ്യം കൊണ്ട് അലങ്കരിച്ചാൽ അത് അഭിമാനത്തിന് വകയായി മാറും. നേരെ മറിച്ചാണെങ്കിലോ പപ്പ പറയുകയാണ്, എത്ര വലിയ ജോലിയാണെങ്കിലും അതിൽ പുണ്യത്തിൻ്റെ സുഗന്ധമില്ലെങ്കിൽ, സുഹൃതങ്ങളില്ലെങ്കിൽ അത് അപമാനത്തിന് കാരണമായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തൊഴിലാളിയായ വിശുദ്ധ യൗസേപ്പ് പിതാവ് ക്രിസ്തുവിൻ്റെ രക്ഷാകര ദൗത്യത്തിൽ പങ്കുകാരായ എല്ലാവർക്കും, നമ്മളെല്ലാം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത് ഈശോയുടെ രക്ഷാകര ദൗത്യത്തിൽ പങ്കുചേരുന്നു എന്നതാണ്. ഈശോയുടെ രക്ഷാകര ദൗത്യത്തിൽ പങ്കുകാരായ എല്ലാവർക്കും യൗസേപ്പ് പിതാവ് മാതൃകയാണ്. കുടുംബജീവിതം നയിക്കുന്നവർക്കും, പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നവർക്കും, ധ്യാനാത്മക ജീവിതം നയിക്കുന്നവർക്കും എല്ലാം യൗസേപ്പ് പിതാവ് മാതൃകയാണ്. യൗസേപ്പ് പിതാവ് ഒരു പ്രാർത്ഥിക്കുന്ന തൊഴിലാളിയായിരുന്നു. യൗസേപ്പ് പിതാവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് 4 പ്രാവശ്യം സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. യൗസേപ്പ് പിതാവിൻ്റെ സ്വപ്ന ദർശനം എന്നാണ് അതിനെ പറയുന്നത്. സ്വപ്നദർശിയായ യൗസേപ്പ് പിതാവ് അല്ലെങ്കിൽ ഉറങ്ങുന്ന യൗസേപ്പ് പിതാവിൻ്റെ തിരുസ്വരൂപം ഈ കാലഘട്ടത്തിൽ വളരെ പ്രചാരത്തിലിരിക്കുന്ന ഒരു കാര്യമാണ്. ഒത്തിരിയേറെ പേർ വിശുദ്ധ ഫ്രാൻസിസ് പാപ്പയുടെ ഒരു രീതിയെ പിന്തുടർന്നുകൊണ്ട് ഉറങ്ങുന്ന യൗസേപ്പ് പിതാവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ താഴെ പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതി വയ്ക്കാറുണ്ട്. അത് സാധിച്ചു കിട്ടാറുമുണ്ട്. യൗസേപ്പ് പിതാവിൻ്റെ ആ ചിത്രം, ഉറങ്ങുന്ന യൗസേപ്പ് പിതാവ്, സ്വപ്നദർശിയായ യൗസേപ്പ് പിതാവ്, പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്നവനായ യൗസേപ്പ് പിതാവിൻ്റെ ചിത്രമാണത്. അവൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു ഫാമിലി ക്രൈസിസ് വന്നപ്പോൾ യൗസേപ്പ് പിതാവ് പ്രാർത്ഥിച്ചു. എന്തായിരുന്നു യൗസേപ്പ് പിതാവിൻ്റെ ഫാമിലി ക്രൈസിസ്? യൗസേപ്പ് പിതാവ് മറിയം താനുമായി സമ്പർക്കമില്ലാതെ തന്നെ ഗർഭിണിയായി കാണപ്പെട്ടിരിക്കുന്നു. അതൊരു ഫാമിലി ക്രൈസിസാണ്. ഈ ക്രൈസിസിൻ്റെ സമയത്ത് യൗസേപ്പ് പിതാവ് അവിടെയും ഇവിടെയും ഓടുകയല്ല. ഈ തൊഴിലാളിയായ മനുഷ്യൻ കർത്താവിങ്കലേക്ക് ഓടിയിട്ട് തൻ്റെ പ്രതിസന്ധി കർത്താവിനെ അറിയിക്കുകയാണ്. അടുത്ത പ്രതിസന്ധി ഈശോയുടെ ജനനത്തിന് ശേഷം ഇതാ കുഞ്ഞിനെ കൊല്ലാൻ അന്വേഷിക്കുന്നു. ഒരു സോഷ്യൽ ക്രൈസിസാണ്. ജീവനും മരണത്തിനും ഇടയിലുള്ള ഒരു വെല്ലുവിളിയാണ്, ഒരു നിമിഷമാണ്. ആ സമയത്ത് ഇതാ കൊല്ലപ്പെടാൻ പോകുന്നു എന്ന് തോന്നുന്ന സമയത്തും യൗസേപ്പ് പിതാവ്
തൻ്റെ കുഞ്ഞിനെയും മറിയത്തെയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവന് സ്വപ്നത്തിൽ ഉത്തരം ലഭിക്കുന്നു. എന്തു ചെയ്യണമെന്ന് ഉത്തരം ലഭിക്കുന്നു. ഈജിപ്തിൽ ഒരു പ്രവാസിയെ പോലെ ജീവിച്ചു കൊണ്ടിരുന്ന 7 വർഷം, ആ കാലഘട്ടത്തിൻ്റെ ഒടുവിൽ ഒരു സ്വപ്നം ലഭിക്കുന്നു. നീ ഇസ്രായേലിലേക്ക് പോവുക. യൗസേപ്പ് പിതാവ് മറിയത്തെയും ശിശുവിനെയും കൂട്ടി മടങ്ങി വരികയാണ്. മടങ്ങി വരുന്ന സമയത്ത് അടുത്ത സ്വപ്നം ലഭിക്കുകയാണ്. നീ പോകേണ്ടത് യൂദായിലേക്കല്ല, ഗലീലയിലേക്കാണ്. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് ഫേവറബിളായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകും, ക്രൈസിസ് ഉള്ള സമയമുണ്ടാകും. അങ്ങനെ എല്ലാ ഘട്ടങ്ങളിലും യൗസേപ്പ് പിതാവ് പ്രാർത്ഥിക്കുന്ന ഒരു തൊഴിലാളിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, യൗസേപ്പ് പിതാവ് കാരുണ്യവാനായ ഒരു തൊഴിലാളിയായിരുന്നു. തൻ്റെ കൂടെയുള്ളവരോട് കരുണ കാണിക്കുന്ന ഒരു തൊഴിലാളി. യൗസേപ്പ് പിതാവ് കാരുണ്യം കാട്ടിയത് ആരോടാണ്? മറിയത്തോട് കാരുണ്യം കാണിക്കുന്ന യൗസേപ്പ് പിതാവ്. എന്താണ് യൗസേപ്പ് പിതാവ് കാണിച്ച കാരുണ്യം? യൗസേപ്പ് പിതാവിൻ്റെ ദൃഷ്ടിയിൽ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ, മറിയം തെറ്റുകാരിയായിരുന്നു. അവൾ ആരുമായിട്ടാണോ വിവാഹം ഉറപ്പിച്ചിരുന്നത്, ആ പുരുഷനറിയാതെ അവൾ ഗർഭിണിയായിരിക്കുകയാണ്. അവൾ തീർച്ചയായും തെറ്റുകാരിയാണ്, കൊല്ലപ്പെടേണ്ടവളാണ്. അപ്രകാരം ഒരു സാഹചര്യത്തിൽ യൗസേപ്പ് പിതാവ് ഒരു തീരുമാനമെടുക്കുന്നു. ഞാൻ അവളെ രഹസ്യത്തിൽ പരിത്യജിക്കുമെന്ന്, ഉപേക്ഷിക്കുമെന്ന്. എന്താണ് യൗസേപ്പ് പിതാവിൻ്റെ രഹസ്യാത്മകത എന്നൊരു വിചിന്തനമുണ്ട്. ഒരു പെൺകുട്ടിയെ ഉപേക്ഷിക്കുന്നത് രഹസ്യമാക്കി വെക്കാൻ പറ്റില്ല. ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആയിരിക്കുന്നത് രഹസ്യമാക്കി വെക്കാൻ പറ്റില്ല. അവൾ കുഞ്ഞിനെ പ്രസവിക്കുന്നത് രഹസ്യമാക്കി വെക്കാൻ പറ്റില്ല. ഇവിടെ രഹസ്യമാക്കി വെക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, അത് യൗസേപ്പ് പിതാവിൻ്റെ അറിവില്ലാതെയാണ്. യൗസേപ്പ് പിതാവ് അറിയാതെയാണ്, മറ്റാരിൽ നിന്നോ ആണ് മറിയം ഗർഭിണിയായിരിക്കുന്നതെന്ന രഹസ്യമറിയാവുന്നത് യൗസേപ്പ് പിതാവും മറിയവും മാത്രമാണ്. ഈ ഒരു കാര്യം മാത്രമാണ് യൗസേപ്പ് പിതാവിന് മറച്ചു പിടിക്കാൻ പറ്റുന്നത്. യൗസേപ്പ് പിതാവ് ചിന്തിക്കുകയാണ്, ഞാനത് രഹസ്യമാക്കി വെക്കും, എന്നിട്ട് ഞാൻ അവളെ ഉപേക്ഷിക്കും, ഉപേക്ഷാപത്രം കൊടുത്താൽ മതി. അപ്പോൾ ലോകത്തിൻ്റെ മുൻപിൽ മറിയം ശരിയും യൗസേപ്പ് പിതാവ് തെറ്റുമായി മാറും. ഈ തെറ്റിൻ്റെ ഉത്തരവാദിത്തം, മറിയത്തിൻ്റെ പാപത്തിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ യൗസേപ്പ് പിതാവിൻ്റെ തലയിൽ വന്ന് വീഴും. അപ്രകാരം അപരൻ്റെ തെറ്റിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന വലിയ കരുണയുടെ പ്രവാചകനാണ് യൗസേപ്പ് പിതാവ്. യൗസേപ്പ് പിതാവിൻ്റെ ചിന്തയാണ്, അവൾ ചെയ്ത തെറ്റിന് ഞാൻ പരിഹാരം ചെയ്യും, അല്ലെങ്കിൽ അവളുടെ തെറ്റ് ഞാൻ ഏറ്റെടുക്കും, എന്നിട്ട് അവളെ സംരക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു ഭർത്താവ് വന്ന് അച്ഛനോട് സംസാരിച്ചു. ഈ സഹോദരൻ പറഞ്ഞു, എൻ്റെ ഭാര്യ തെറ്റുകാരിയാണ്, അവൾക്ക് തെറ്റ് പറ്റിപ്പോയി, അവൾ മറ്റൊരു പുരുഷനുമായി ചില ഇടപാടുകൾ നടത്തി, അത് കണ്ടുപിടിക്കപ്പെട്ടു. പക്ഷെ ഇയാൾ പറയുകയാണ്, അച്ഛാ, എൻ്റെ ഭാര്യയ്ക്ക് തെറ്റുപറ്റിയത് ഞാൻ മൂലമാണ്, ഞാൻ വേണ്ടതുപോലെ പരിഗണിക്കാതിരുന്നത് കൊണ്ടാണ്, അവളുടെ കാര്യങ്ങളിൽ ഞാൻ വേണ്ടതുപോലെ ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ടാണ് അവൾ സ്നേഹമന്വേഷിച്ച് മറ്റുള്ളവരുടെ പിറകെ പോയത്. ഞാനാണ് തെറ്റുകാരൻ, ആ കുറ്റം ഞാൻ ഏറ്റെടുക്കുന്നു. എന്നിട്ട് ഞാൻ അവളോട് ക്ഷമിക്കുകയും അവളെ വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുമെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്വയം തെറ്റ് ചെയ്യുമ്പോഴും അപരനെ തെറ്റുകാരനായി ലോകത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കാനുള്ള മനുഷ്യൻ്റെ പ്രവണതകളുടെ മുൻപിൽ യൗസേപ്പ് പിതാവ് നിന്നിട്ട് പറയുകയാണ്, അവളുടെ തെറ്റ് ഞാൻ ഏറ്റെടുക്കുന്നു, ആ കുറ്റം ഞാൻ ഏറ്റെടുക്കുന്നു. പഴി പറയുന്ന സംസ്കാരമാണ്. എപ്പോഴും അപരന് നേരെ വിരൽ ചൂണ്ടി നീ തെറ്റ് ചെയ്തു, നീയാണിതിനൊക്കെ കാരണക്കാരി, നീയാണിതിനൊക്കെ കാരണക്കാരൻ എന്ന് പറയാൻ വെമ്പുന്ന
ഹൃദയമുള്ള മനുഷ്യരാണ് നമ്മൾ. യൗസേപ്പ് പിതാവ് കരുണയുള്ളൊരു തൊഴിലാളിയായിരുന്നു. ഈ തൊഴിലാളി നന്മകളുടെ ക്രെഡിറ്റ് മുഴുവൻ അപരന് കൊടുക്കുകയും പരാജയത്തിൻ്റെ പഴി മുഴുവൻ സ്വയം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അബ്ദുൽ കലാമിനെ കുറിച്ച് പറയുന്ന ഒരു സംഭവം അങ്ങനെയാണ്. ആ വ്യക്തിത്വത്തെക്കുറിച്ചുള്ളൊരു വ്യാഖ്യാനം ഇങ്ങനെയാണ്: എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ നടക്കുമ്പോൾ, പരീക്ഷണശാലകളിൽ വിജയമുണ്ടായി കഴിയുമ്പോൾ അബ്ദുൽ കലാം പറയുമായിരുന്നു, ഇതെല്ലാം അവരുടെ നിങ്ങളുടെ പരിശ്രമം മൂലമാണ് ഇതെല്ലാം നടന്നത്. പക്ഷേ പരീക്ഷണങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ പിഴവ് സംഭവിക്കുമ്പോൾ ആ പിഴവിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഈ വലിയ മനുഷ്യൻ ഏറ്റെടുക്കുമായിരുന്നു. ക്രെഡിറ്റ് മുഴുവൻ അപരർക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ കുറവുകളുടെ ആ ഭാരം മുഴുവൻ സ്വയം ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു കരുണയുണ്ട്. പ്രിയപ്പെട്ടവരെ, യൗസേപ്പ് പിതാവ് എന്ന് പറയുന്ന തൊഴിലാളി ദൈവഹിതം അന്വേഷിക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്ന തൊഴിലാളിയായിരുന്നു. ഒരു തൊഴിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു തൊഴിലിൽ ഏർപ്പെടുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, യൗസേപ്പ് പിതാവിനൊരു വലിയ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ സ്വയം കുറ്റമേറ്റെടുക്കും, മറിയത്തെ സംരക്ഷിക്കും. ഈ പ്രോജക്റ്റ് ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, നിന്നെക്കുറിച്ചും നിൻ്റെ കുടുംബത്തെക്കുറിച്ചും അതിലും വലിയൊരു പദ്ധതി എനിക്കുണ്ട് എന്ന് പറഞ്ഞ് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ സ്വന്തം പ്രോജക്റ്റ് മാറ്റിവെച്ച് ദൈവത്തിൻ്റെ പ്രോജക്റ്റ് ഏറ്റെടുക്കുന്ന ഒരു തൊഴിലാളിയാണ് യൗസേപ്പ് പിതാവ്. നീ ഇതുപോലെ നിൻ്റെ തൊഴിലിടങ്ങളിൽ എന്തു ജോലി ചെയ്യണം, എങ്ങനെ ജോലി ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്ന നിൻ്റെ പ്രോജക്റ്റുകൾക്കുപരിയായി ദൈവം നിനക്ക് കാട്ടിത്തരുന്ന വഴികളിലൂടെ നീ സഞ്ചരിക്കുമോ? നിൻ്റെ കണക്കുകൂട്ടലുകൾ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ കണക്കുകൂട്ടലുകൾ നീ സ്വീകരിക്കുമോ? നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിറകിൽ നിന്ന് കർത്താവിൻ്റെ സ്വരം നീ ശ്രവിക്കും. യെശയ്യാ 30:20 നമ്മൾ വായിക്കുകയാണ്, അവിടുന്ന് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു ഒരു നാളും നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിറകിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. കർത്താവ് പറയുന്ന വഴിയിലൂടെ നീ പോകുമോ? കർത്താവ് നടക്കരുത് എന്ന് പറയുന്ന വഴിയിലൂടെ നീ നടക്കാതിരിക്കുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തതായി പ്രിയപ്പെട്ടവരെ, യൗസേപ്പ് പിതാവ് നീതിമാനായ ഒരു തൊഴിലാളിയായിരുന്നു. എന്താണ് നീതി എന്ന് പറഞ്ഞാൽ? റൈച്ചിയസ്നെസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്. കർത്താവിനോട് കൂടെയുള്ള ശരിയായ നിൽപ്പാണ് റൈച്ചിയസ്നെസ്, അതായത് നീതി എന്ന് പറയുന്നത്. നീ ചെയ്യുന്ന തൊഴിലിന് നീ അർഹിക്കുന്ന വേതനം മാത്രം സ്വീകരിക്കുക. നിനക്ക് വേണ്ടി തൊഴിൽ ചെയ്യുന്നവർക്ക് അവരർഹിക്കുന്ന വേതനം നൽകുക നീതിയാണ്. നീ അധ്വാനിക്കേണ്ടതുപോലെ അധ്വാനിക്കുക. നിന്റെ സമയം, നീ തൊഴിൽ ചെയ്യേണ്ട സമയം, നീ ഒരു തൊഴിലിനോട് കാണിക്കേണ്ട ആത്മാർത്ഥത, അത് യഥാർത്ഥത്തിൽ അതിനോട് കാണിക്കേണ്ട ഒരു സമർപ്പണം, കമ്മിറ്റ്മെൻറ്റ്, അതിനോട് കാണിക്കേണ്ട തീഷ്ണത ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നീ കഠിനാധ്വാനം ചെയ്യുമ്പോഴാണ് നീ നീതിമാനായ ഒരു തൊഴിലാളിയായിത്തീരുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നീ അതിന് വേതനം പറ്റുമ്പോഴാണ് നീ നീതിമാനായ തൊഴിലാളിയായി യൗസേപ്പ് പിതാവിനെ പോലെ മാറുകയും നീ ചെയ്യുന്ന തൊഴിലിനെ നീ വിശുദ്ധീകരിച്ച് നീ ഒരു വിശുദ്ധനായി തീരുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ യൗസേപ്പ് പിതാവ് കൂട്ടുജോലിക്കാരെ അംഗീകരിക്കുന്ന ഒരു തൊഴിലാളിയായിരുന്നു. കൂടെ ജോലി ചെയ്യുന്നവരെ അംഗീകരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു തൊഴിലിടത്തിൽ അല്ലെങ്കിൽ ഒരു തൊഴിലാളിക്ക് ഉണ്ടാകേണ്ട നല്ലൊരു ക്വാളിറ്റിയാണ്. പ്രിയപ്പെട്ടവരെ, പലയിടങ്ങളിലും അച്ഛൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട്, മുകളിലുള്ളവർ അംഗീകരിക്കുന്നില്ല, കീഴെയുള്ളവർ അനുസരിക്കുന്നില്ല, ഒപ്പമുള്ളവർ ബഹുമാനിക്കുന്നില്ല, മാറ്റി നിർത്തുന്നു, ചെറുതാക്കി കളയുന്നു, കുറ്റം പറയുന്നു, അടിച്ചിരുത്താൻ നോക്കുന്നു എന്നൊക്കെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ
പലയിടങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ ഇടയിൽ സംഭവിക്കാറുണ്ട്. പരസ്പരം കുറ്റം പറഞ്ഞ് നടക്കുന്നവരായിത്തീരുന്നു, കുറ്റപ്പെടുത്തുന്നവരായിത്തീരുന്നു. ഇവരുടെ ഇടയിൽ തൊഴിലാളികളുടെ മധ്യസ്ഥനായ തൊഴിലാളിയായ യൗസേപ്പ് പിതാവ് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ധ്യാനിക്കണം. യൗസേപ്പ് പിതാവ് മറിയത്തെ, യൗസേപ്പ് പിതാവിനെ സംബന്ധിച്ച് മറിയമാണ് കൂട്ടുജോലിക്കാരി, കോവർക്കർ എന്ന് പറയുന്നത്. മറിയത്തിനുണ്ടായിരുന്ന അതേ ഒരു ക്വാളിറ്റിയോടുകൂടെ യൗസേപ്പ് പിതാവ് ഈ കൂട്ടുജോലിക്കാരിയായ മറിയത്തെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പ് പിതാവ് നമ്മെ വിശുദ്ധീകരണത്തിൻ്റെ പാതയിലൂടെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെറിയ ജോലികൾ ചെയ്തുകൊണ്ട് വലിയ വിശുദ്ധരായിത്തീരാൻ യൗസേപ്പ് പിതാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകളടക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.